ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രേഡ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും എങ്ങനെ ഒരു സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാം എന്ന നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായി ഫ്രീ ആയി എങ്ങനെ ക്യാപിറ്റൽ കണ്ടെത്താം എന്ന കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി നമ്മൾ പരിചയപ്പെട്ട ഒരു പ്രധാന പ്രൊജക്റ്റായിരുന്നു ബ്ലം. ബ്ലമ്മിനോട് സാമ്യമുള്ള എന്നാൽ കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള മറ്റൊരു പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്നും ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നമ്മൾ കോയിനുകൾ സെലക്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ സെഗ്മെൻറ്റുകളിലായിരിക്കും നമ്മൾ ക്യാപിറ്റൽ അലോട്ട് ചെയ്യുക എന്നും നമുക്ക് വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് മെച്യൂർഡായി 50-ൽ കുറയാത്ത മെമ്പേഴ്സ് ഉള്ള ഒരു ട്രേഡിംഗ് ആർമിയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഒരുമിച്ചിരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം എന്ന വിഷയത്തിലാണ്. പോക്കറ്റ് ഫൈ എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ് ഒരു മൾട്ടി ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റ് ആണ്. ഇവിടെ സ്നൈപ്പ് ചെയ്യുന്നതിനും സ്വാപ്പ് ചെയ്യുന്നതിനും ബ്രിഡ്ജ് ചെയ്യുന്നതിനും ഒരുപാട് നല്ല യൂട്ടിലിറ്റികൾ ഈ പ്രൊജക്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ അപ്ഡേറ്റ് അനുസരിച്ച് അവരൊരു മീം പാഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഒരു മീം പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ മീം കോയിനുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പോക്കറ്റ് ഫൈൽ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് സ്വിച്ച് എന്ന് പറയുന്ന അവരുടെ നാറ്റീവ് ടോക്കണാണ്. പോക്കറ്റ് ഫൈ ടീമിൻ്റെ മറ്റു പ്രൊജക്റ്റുകളായി നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നത് പങ്ക് ഡാവോ എന്ന് പറയുന്ന, പങ്ക് സിറ്റി എന്ന് പറയുന്ന, ക്യൂബ് എന്ന് പറയുന്ന മറ്റു 3 പ്രൊജക്റ്റുകളാണ്. ഈ പങ്ക് സിറ്റിയുടെ കോയിൻ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. $1.13 വേർത്തുള്ള ഒരു കോയിനാണ് ഈ പങ്ക് സിറ്റിയുടെ ഒരു NFT റിലേറ്റഡ് പ്രൊജക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പോക്കറ്റ് ഫൈയുടെ മെയിൻ ഇൻ്റർഫേസിൽ നമ്മൾ കയറിയാൽ ഈ ഗ്രാഫിക്സിൽ കാണുന്ന ക്ലെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾക്ക് മൈൻ ചെയ്തെടുത്ത കോയിൻ മെയിൻ ബാലൻസിലേക്ക് മുകളിൽ കാണുന്ന ടോട്ടൽ സ്വിച്ച് മൈനഡ് എന്ന ഈ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു 6 മണിക്കൂറിന് മുന്നേ എങ്കിലും നമ്മൾ ഈ കോയിനുകൾ ക്ലെയിം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ബേൺ ആയി പോകുന്നതാണ്. ഇവിടെ നമ്മുടെ ഹവേർലി മൈനിങ് റേറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹവേർലി മൈനിങ് റേറ്റ് കൂട്ടുന്നതിന് വേണ്ടി ടാസ്കിൽ കയറി ഒരുപാട് ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാകും. ഇതിവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന 3 ടാസ്കുകളുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ടു ദ പോക്കറ്റ് ഫൈ ടെലഗ്രാം. ഈ ടാസ്കിൽ ജസ്റ്റ് കയറി അവരുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ടു പോക്കറ്റ് ഫൈ എക്സ് എന്ന ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക. കൂടാതെ കണക്ട് ടു ടോൺ വാലറ്റ് എന്ന ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ഏകദേശം 0.5 സ്വിച്ച് പെർ ഹവർ എന്ന റേറ്റിൽ മൈനിങ് ലഭിക്കുന്നതാണ്. പോക്കറ്റ് ഫൈ ഒരു ഹാൽവിൻ മെക്കാനിസം ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ 3 ഹാൽവിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹാൽവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹവേർലി മൈനിങ് റേറ്റിൽ കുറവ് വരുത്തുക എന്നതാണ്. ഇങ്ങനെ 2-3 ഹാൽവിങ് ഇതിനോടകം കഴിഞ്ഞു. മുന്നേ കയറിയവർക്ക് ഇതിലേറെ കോയിൻ ബാലൻസ് കാണാനും സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ വളരെ വൈകിയിട്ടില്ല. നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ഈ ഓരോ കോയിനുകളും ഇതേ പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും ടോക്കൺ ജനറേഷൻ ഇവൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുക. നമുക്ക് ടാസ്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു ഫ്രീ ടാസ്ക് കാണാൻ കഴിയും. ജോയിൻ വെയിറ്റ് ലിസ്റ്റ് ആൻഡ് ഇൻവൈറ്റ് 2 ഫ്രണ്ട്സ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 1.2 സ്വിച്ച് പെർ ഹവർ എന്ന മൈനിങ് റേറ്റ് കൂടെ നമുക്ക് ലഭിക്കും. കൂടാതെ ഡെയിലി ബൂസ്റ്റ് എടുക്കുകയാണെങ്കിൽ ദിവസവും കയറി സ്റ്റീക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി ബൂസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനുള്ള റിവാർഡ്സും നമുക്ക് ഡെയിലി ലഭിക്കും. ഇവിടെ ഡേ 10-ൽ ലഭിക്കുന്ന 55 സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനു പുറമെ പോക്കറ്റ് ഫൈലേക്ക് നമ്മൾ പങ്ക് സിറ്റിയുടെ കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും $11 വേർത്തുള്ള ഏതെങ്കിലും ഒരു കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ടോക്കണുകൾ ഹവേർലി ബേസിലും ബൾക്കായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ടാസ്കിലുള്ള എയർ ഡ്രോപ്പ് സെക്ഷൻ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ
3 പേരെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ എയർ ഡ്രോപ്പിനുള്ള നമ്മുടെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്യാനാകും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെയും അവർ മൈൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെയും അവരുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെയും നമുക്ക് കോയിൻ ബാലൻസിൻ്റെ ഒരു പോർഷൻ ലഭിക്കുന്നതാണ്. ഈ ബിഗ് പമ്പ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ നമുക്ക് മീം പാഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണാനാവുന്നതാണ്. മാത്രമല്ല വാലറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമുക്ക് നമ്മുടെ കോയിനുകളും എത്രത്തോളം ബാലൻസ് ഉണ്ടെന്നും കാണാൻ കഴിയുന്നതാണ്. ടാസ്കിലുള്ള ഡെപ്പോസിറ്റ് $11 ഇൻ എനി ടോക്കൺ എന്ന് പറയുന്ന ഈ ബട്ടൺ അമർത്തിയാൽ ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു 300 സ്വിച്ച് കോയിൻ നമുക്ക് നേടാനാവുന്നതാണ്. ഇതിനു വേണ്ടി നമ്മുടെ വേറെ ഏതെങ്കിലും വാലറ്റിലോ അല്ലെങ്കിൽ ബിനാൻസിലോ ബൈബിറ്റിലോ കോയിൻ ഉണ്ടെങ്കിൽ അത് ടോൺ ചെയിനിലുള്ള മറ്റേതെങ്കിലും ബാലൻസ് ആണെങ്കിൽ ഈ ടോൺ നെറ്റ്വർക്ക് അഡ്രസ് കോപ്പി ചെയ്ത് ബിനാൻസിലോ ബൈബിറ്റിലോ എവിടെയാണോ നമ്മുടെ കോയിൻ ഉള്ളത് അവിടെ പോയി ഈ അഡ്രസ്സിലേക്ക് ബാലൻസ് സെൻഡ് ചെയ്യുക. അതല്ല എതേറിയമോ മറ്റേതെങ്കിലും ടോക്കണുകളാണെങ്കിൽ താഴെയുള്ള EVM അഡ്രസ് കോപ്പി ചെയ്ത് അതിലേക്കും നമുക്ക് കോയിൻ സെൻഡ് ചെയ്യാനാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു 300 സ്വിച്ച് ടോക്കൺ നമുക്ക് ലഭിക്കുന്നതാണ്. പോക്കറ്റ് ഫൈ ഒരു പ്രോമിസിങ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലുള്ള റിസ്ക് എടുത്ത് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പോക്കറ്റ് ഫൈയുടെ മെയിൻ ഇൻ്റർഫേസിലുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ബട്ടൺ തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ടോട്ടലായിട്ട് 3.26 ബില്യൺ ടോക്കണാണ് ഇതുവരെ എമിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 10 ബില്യൺ മുകളിൽ പോകാത്ത ഒരു ടോട്ടൽ ബാലൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ടോട്ടൽ സപ്ലൈ ഓഫ് സ്വിച്ച് ടോക്കൺ എന്ന് പറയുന്നത് ഒരു 10 ബില്യണിന് മുകളിൽ എങ്ങനെയായാലും പോവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വാല്യൂ തന്നെ നമുക്ക് ഈ ടോക്കൺ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല മൈനിങ് എൻഡ് ഡേറ്റ് ആയിട്ടും ലോഞ്ചിങ് ഡേറ്റ് ആയിട്ടും Q4 2024 അതായത് ഈ ക്വാർട്ടറിൽ തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂടാതെ നെക്സ്റ്റ് ഹാൽവിങ്ങിന് വേണ്ടിയുള്ള നമ്പർ എത്ര മെമ്പേഴ്സ് ആവുമ്പോഴാണ് ഇനി ഒരു ഹാൽവിങ് ഉണ്ടാവുക എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ നമ്പർ വളരെ പെട്ടെന്ന് കുറയുകയും അടുത്ത ഹാൽവിങ് വരികയും അതോടുകൂടി നമുക്ക് കിട്ടുന്ന കോയിൻ്റെ എണ്ണം വളരെ മിനിമലായിട്ട് പകുതിയായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഹാൽവിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കൃത്യമായി കാണുന്നത് കൊണ്ട് തന്നെ അധികം വെയിറ്റിംഗ് ഇല്ലാതെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ടെലഗ്രാമിലൂടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ 6 മണിക്കൂർ ഇടവിട്ടും 6 മണിക്കൂർ കറക്റ്റായി കാത്തിരിക്കണം എന്നല്ല, അതിനിടയിലുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് കയറി നമ്മൾ മൈൻ ചെയ്തെടുത്ത ടോക്കൺ മെയിൻ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകുന്നതാണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തും പിന്നെ ഡെയിലി സ്റ്റേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി ബൂസ്റ്റ് കളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോയിൻ ബാലൻസ് പെട്ടെന്ന് വളർത്തിയെടുക്കാനാവുന്നതുമാണ്. നല്ലൊരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം വൈകിക്കാതെ ഈ പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലേക്കും ജോയിൻ ചെയ്ത് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും പെട്ടെന്ന് കളക്ട് ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.